നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് സീനുള്ളതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അയ്യോ 10 രൂപ കൂലി കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ വീഡിയോ എടുത്ത് MVD കഴിക്കും. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ അകമാണല്ലേ. അപ്പൊ അതെ വണ്ടിയുടെ അകത്തേക്ക് വരും. എന്റെ പൊന്നെ, എന്താ പറയാ, പുള്ളിയുടെ ഒരു ബുക്കും ചരിത്രമൊക്കെ വായിച്ചതിന് ശേഷം ആ ഒരു ഇഷ്ടവും. എന്തുകൊണ്ടാണ് വണ്ടി ഒരു അതുൽ വണ്ടി എടുക്കാനുള്ള കാരണം? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടക്കാഴ്ച വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം 55,000 രൂപയ്ക്ക് അല്ലേ, 55,000 രൂപയ്ക്ക് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു അതുൽ ഫോർട്ട് കൊച്ചി അല്ലേ, ഫോർട്ട് കൊച്ചിയിലെ അടിപൊളിയായിട്ട് വർക്കും കാര്യങ്ങളും അതുലിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. പുറമേന്ന് കാണുമ്പോൾ ഒരു നോർമൽ വണ്ടിയാണ്, പക്ഷെ അകമേ ഒരു ചെഗുവിന്റെ ഒരു കട്ട ഫാനാണ്. എന്തുകൊണ്ടാണ് ചെഗുവിന് ഇത്ര ആരാധിക്കാനുള്ള കാരണം? ഞാൻ പറഞ്ഞില്ലേ, ഈ ബേസിക്കലി പുള്ളിയുടെ ബുക്കും ചരിത്രമൊക്കെ വായിച്ച് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു മനുഷ്യനാണ്. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പുള്ളി ഒത്തിരി വർക്ക് ചെയ്താണ്. ജീവിതം തന്നെ മാറ്റിമറിച്ചാണ് പുള്ളിയുടെ. അതായത് ഈ പാവപ്പെട്ടങ്ങള് അടിമത്തത്തിൽ നിന്ന് വർക്ക് ചെയ്യണതും ഇതും കണ്ടിട്ട് പുള്ളി അതിലേക്ക് ഇറങ്ങി തിരിച്ചൊരാളാണ്. അപ്പൊ പുള്ളിയുടെ ഐഡന്റിറ്റി ഇങ്ങനെ തന്നെയാണ്. പക്ഷെ എല്ലാവരും മനസ്സിൽ ചെഗു എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിൽ ആൾക്കാർ, വേറൊരു രീതി എന്ന് വെച്ചാൽ പുള്ളി കട്ട കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതായത് പാവങ്ങളെന്താന്ന് മനസ്സിലാക്കുന്ന ആളാണ്. അപ്പം അതായത് കണ്ണിച്ചോരാന്നല്ല, എന്താ പറയാ, ഒരു പുള്ളിയുടെ ചരിത്രത്തിൽ തന്നെ പറയണ്ട്. ബൈക്ക് യാത്ര പോയപ്പോഴാണ് ഈ പുള്ളിനെ ജീവിതം മാറ്റിമറിക്കണ കാര്യങ്ങൾ കണ്ടതും ഇതിലേക്ക് ഇറങ്ങാനും കൂടുതൽ ഇതാക്കിയ കാര്യങ്ങൾ. ആ ഒരു ഇൻസ്പിറേഷൻ ആണ് ബ്രോയ്ക്ക് വന്നത്. അതെ, പക്ഷെ ബ്രോനെ കണ്ടാലും ചെഗുവിന്റെ ഒരു ചെറിയ ലുക്ക് ഉണ്ടെന്ന് എനിക്കും തോന്നുന്നു. അതിപ്പോ മുടിയൊക്കെ വെട്ടി വന്നാണ് നേരത്തെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മൾ ഈ വണ്ടിയെ കുറിച്ച് ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ വെച്ചാൽ ബ്രോയുടെ കട്ട ആരാധകനായതുകൊണ്ടാണ് നമ്മൾ ആ ടോപ്പിക്ക് ജസ്റ്റ് എടുത്തിട്ടത്. പക്ഷെ എന്നാലും വണ്ടി ഫുള്ള് ഒരു ചെഗുവിന്റെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക്. നമ്മുടെ ഫോട്ടോ സ്റ്റാൻഡിൽ ഇപ്പൊ എന്നെ വന്ന് അന്വേഷിക്കണെങ്കിൽ ചെഗൂന്ന് ചോദിച്ചാലേ അറിയത്തുള്ളൂ. ശരിക്കുള്ള പേര് എന്നാ? അപ്പം സുൽഫിക്കർ എന്ന പേര്. ശരി അറിയത്തില്ല ആർക്കും. വളരെ 5-6 മെമ്പേഴ്സ് ഉണ്ട് ആ പേരിലോ, ആ സ്റ്റാൻഡിൽ തന്നെ. ഓരോരുക്കും ഓരോ ഐഡന്റിറ്റിയാണ്. ഇത് ചെഗു ഷുഫിക്കർ, അങ്ങനെയാണ് പേര് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ വണ്ടി ഏത് മോഡൽ വണ്ടിയാണ്? ഇത് 2020 മോഡൽ അതുലാണ് വണ്ടി. 2020 മോഡൽ അല്ലേ? എന്തുകൊണ്ടാണ് വണ്ടി ഒരു അതുൽ വണ്ടി എടുക്കാനുള്ള കാരണം? അതിലെന്ന് വെച്ചാല് എനിക്ക് പേഴ്സണലി ഇഷ്ടം അതുലാണ്. എടുത്തില്ല. മുമ്പത്തെ ആൾക്കാർ പറയണേക്ക അതുലിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ബോഡിയാന്ന് പറയണേക്ക. പിന്നെ അതുമല്ല, എനിക്ക് ഈ മാർക്കറ്റ് വാല്യൂ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ വണ്ടി എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ശരിയാ, ഈ ബോഡിയുടെ സ്ട്രോങ് അതിലാട്ടോ ആപ്പേനേക്കാളും അടിപൊളി. സത്യം ഞാൻ ബേസിക്കലി ആൾക്കാര് പഴയ ആൾക്കാരോട് ചോദിക്കുമ്പോ അവര് പറഞ്ഞിട്ടുണ്ട് അതൊരു ബോഡി നല്ല കിടിലം ബോഡിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് വണ്ടിയിൽ ടോട്ടൽ എത്ര രൂപയുടെ വർക്ക് നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തു? 60 രൂപ അടുത്ത് വന്നിട്ടുണ്ട്. ഫുള്ള് വർക്ക്. അപ്പൊ എല്ലാം കൂടെ കൂട്ടിയല്ലേ? എല്ലാം കൂടി അപ്പോൾസറിയും എക്സ്ട്രാ ഫിറ്റിംഗ്സ് കൂട്ടിയിട്ട് എല്ലാം കൂടെ കൂട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ ചെയ്തത്? ഫസ്റ്റ് നമുക്ക് മോളിൽ ഒരു കാരിയർ കൊടുത്തിട്ടുണ്ട്. അത് ഏത് സ്റ്റൈൽ കാരിയർ ആണ്? കാരിയർ എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാ വണ്ടിക്ക് അടിച്ചു വണ്ടിയാണ്. ഞാൻ ഒരു 4.5 വർഷം മുമ്പ് അടിച്ച ബോഡിയാണിത്. ഇത് അന്ന് പണിത കാരിയർ ആണോ? അന്ന് പണിത കാരിയർ 4.5 വർഷം മുമ്പ് പണിത ബോഡിയാണ്. പിന്നെ ഇപ്പോഴാണ് അപ്പോൾസറി അകം മാത്രം ഇപ്പോഴൊന്ന് അപ്ഗ്രേഡ് ചെയ്ത്. അപ്പൊ ഈ കാരിയർ ആ സമയത്ത് പണിത ഒരു സ്റ്റൈലാണ്. ലോഡ് മെയിൻ ആയിട്ട് കയറ്റുന്നുണ്ടോ? ഇപ്പൊ എല്ലാ വണ്ടിക്കും ഇങ്ങനത്തെ മോഡലാണ് വന്നത് കൂടുതലും. എല്ലാ വണ്ടിക്കും ഇപ്പൊ ഈ മോഡലാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ വണ്ടി നമ്മൾ ലോഡ് കയറ്റി ഓടാൻ വേണ്ടിയാണ് കാരി വെച്ചത്, അതോ ഷോ ആണോ? ലോഡും കയറ്റാ നമുക്കൊരു ഷോക്ക്. പിന്നെ അത് മാത്രല്ല, നമ്മുടെ ഇടയിലൊക്കെ വണ്ടി കൊണ്ടുപോയിട്ടല്ലേ മരത്തിന്റെ ചില്ലുണ്ടല്ലോ, അതൊക്കെ വന്നത് ഇങ്ങനെ കീറിപ്പോവും. അതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ പോലെ. പിന്നെ താഴത്തേക്ക് ഒരു തൊപ്പി കൊടുത്ത് ഇവിടുത്തെ ഈ ലൈറ്റ് തെളിയുവോ, അതോ ഷോ ആണ്? ഒന്ന് ഇട്ട് കാണിക്കാം ആ ലൈറ്റ് ഒന്ന്. നല്ലൊരു പാർക്ക് ലൈറ്റ് പോലെ തെളിഞ്ഞിരിക്കും. എന്നാൽ ഓവർ വെട്ടോ ഇല്ല, എന്നാൽ സ്റ്റാൻഡേർഡ് വെട്ടോ ആണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ എന്തൊക്കെ ഒരു മിററിന്റെ പേട്ടയാണല്ലോ. ഇവിടെ 4 മിറർ ഉണ്ട്. ഇത് എന്ത് മിറർ? ഇത് വലിയ മിററാണ്. ഇത് വലിയ മിറർ ടിവി, മറ്റേ പോലത്തെ മിറർ. ടിവി മിറർ അല്ലേ? എങ്ങനെയാ? പോലത്തെ ടൈപ്പാണ്. എത്ര രൂപ എമൗണ്ട് ആയിക്കാണോ അതിന്? ഇതിപ്പോ എല്ലാ എക്സ്ട്രാ ഫിറ്റിംഗ്സും കൂടി ഒറ്റ ഒരു രീതിയിൽ എല്ലാം കൂടി ചെയ്തിറക്കിയതാ? കൂട്ടിയേക്കണം. ചെയ്തിറക്കിയതാ എല്ലാം കൂടിയാ ചെയ്തേക്കണം. ഓരോന്നോരോന്നായിട്ട് ചെയ്തിട്ടില്ല, എല്ലാം കൂടി എല്ലാം കൂടെ ഒറ്റ സമയം ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങ് പണി തുടങ്ങി. അപ്പൊ ഓരോന്നോരോന്നായിട്ടല്ല പണിത്, അല്ല ഫുള്ള് പണിതെടുക്കുവായത്. പിന്നെ താഴത്തേക്ക് വരുമ്പോ നമ്മള് ഹെഡ്ലൈറ്റിന് ഇപ്പൊ ഇത് റോട്ടാപ്പർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ
ഹെഡ്ലൈറ്റ് ബൾബാണ്. ഓക്കെ, ഇത് ഒരു 750 റേഞ്ച് ഉണ്ട് ഒരെണ്ണത്തിന്. അങ്ങനെ 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഫാനൊക്കെ നല്ല ടൈപ്പാണ്, നല്ല വെട്ടോണി. വെട്ടൊന്ന് ജസ്റ്റ് എന്നിട്ട് കാണിക്കാം. ഓക്കെ ഓക്കെ, നല്ല ക്ലിയർ, ഡിമ്മും ബ്രൈറ്റും ഉണ്ടല്ലേ? ഡിമ്മും ബ്രൈറ്റ് ഉണ്ട്. ഇപ്പൊ മറ്റേതായിട്ടേക്കണം. ഓക്കെ 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 ഓക്കെ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്ലിയർ വെട്ടവും കാര്യങ്ങൾ. പിന്നെ അതുല്യ ധൂമിന് വെട്ടം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം അതുല്യ ധൂമിന്റെ ആ ഒരു ഷെയ്ഡ് ഈ അതുലിന് ആപ്പേനെ മങ്കാടായിട്ട്. ശരിയാണ്, ഞാനിപ്പോഴാട്ടോ ശ്രദ്ധിച്ചത്. ഇത് ആപ്പേനെ മങ്കാടാണ്. അത് കറക്റ്റ് ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗ് ആണ്. 4 ബോൾട്ടില് കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുല്യ ഇതിന് വലിയ മങ്കാടാണ്. ഇവിടെ വരുന്ന ഹോള് കണ്ടില്ലേ? ഓക്കെ ഓക്കെ. പുതിയ മോഡൽ ആപ്പയുടെ മൺകാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരുമ്പോ ഇവിടെ ഇവിടെ താടിന്നാണ് സ്കേർട്ട് എന്നാണ് പറഞ്ഞത്. താടിന്ന് പറയും, സ്കേർട്ട് എന്നും പറയും. 2 രീതിയിൽ ചിലവർ താടി അങ്ങനെ പറഞ്ഞോണ്ടേ ചോദിച്ചാ. പിന്നെ ഒരു ബേസിക് ആയിട്ട് വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. വീൽ കപ്പ് എന്ന് വെച്ചാൽ അപ്പേന്റെ വീൽ കപ്പാണ്, അതുലില്ല. പക്ഷെ ഞാനിത് അതുലിന് സൂട്ടാക്കി ഇട്ടേക്കണ. ഹോള് അഡ്ജസ്റ്റ് ചെയ്ത് ആപ്പയുടെ വീൽ കപ്പ്. അതിൽ വീൽ കപ്പ് വരുന്നില്ല. വീൽ കപ്പ് വന്നില്ല. 4 ഹോളിന്റെ വരുന്നില്ല. 3 ഹോളിന്റെ വരുന്നുള്ളൂ. 4 വീലിന്റെ ഇതിലേക്ക് സെറ്റ് ചെയ്ത് ഇട്ടാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ഹോണും കാര്യങ്ങളും. ഹോണ് പ്രോട്ടാപ്പർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അത് അടിപൊളി. ജസ്റ്റ് ഒന്ന് അടിച്ച് കേൾപ്പിക്കാം. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, നല്ല ലൗഡാണ്. പിന്നെ ഇത് ഫുൾ ഒരു ചെഗ്വരമായുള്ള അതെന്താ എനിക്കറിയാൻ വേണ്ടിട്ട് ഇത് എന്താ ചെഗ്വര? എന്താ പറയാ, പുള്ളിയുടെ ഒരു ബുക്കും ചരിത്രമൊക്കെ വായിച്ചതിന് ശേഷം ആ ഒരു ഇഷ്ടവും ഇതൊക്കെ ഉള്ളിലായിപ്പോയി. ആ ഒരു ഇതിന്റെ പേരിൽ എനിക്ക് എന്റെ ഒരു ഐഡന്റിറ്റി, വണ്ടി കയറണമായിരിക്കും എല്ലാവർക്കും എന്നെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ഐഡന്റിറ്റി അതാണ് മെയിൻ ആയിട്ട് ഞാൻ കൊടുത്തേക്കണത്. അപ്പൊ ഒരാൾക്ക് ഇപ്പൊ വണ്ടിയിൽ ഇപ്പൊ കസ്റ്റമർ എന്തെങ്കിലും വെച്ച് നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് എന്തെങ്കിലും വെച്ച് മറന്നു പോയി പിടിക്കണമെങ്കിൽ വണ്ടിക്ക് ഒരു അടയാളം വേണ്ട പറയാനായിട്ട്. എന്റെ വണ്ടിയിൽ ഈ ഒരു അടയാളം മാത്രം പറഞ്ഞ ആളെ മനസ്സിലാവും. അപ്പൊ എങ്ങനെ അറിയപ്പെടുന്നത് ബ്രോയുടെ ശരിക്കുള്ള പേരെന്നാ? എന്റെ പേര് സുൽഫീഖർ എന്നാണ് ശരിക്കുള്ള പേര്. അപ്പൊ അറിയപ്പെടുന്നത് എങ്ങനെയാ? ചുപ്പിച്ചേ എന്നാണ് അവര് അറിയണം. ചുപ്പിച്ചേ ചെഗുവിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. ഷോർട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ 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 ഓക്കെ. അങ്ങനെ ഫുള്ള് ഒരു ചെഗുവരയുടെ പോലത്തെ ഒരു റെഡും ബ്ലാക്കും മയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റെപ്പിനെ തന്നെ ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. ഉള്ളിലുണ്ട് കീ ചെയിൻ ഉണ്ട്. അപ്പൊ നമുക്ക് അകത്തേക്ക് ഉള്ളിലേക്ക് ബാക്കിലെ പുറമെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം. അപ്പൊ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ നോ എൻട്രി ഇതും ഫുൾ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ വീൽ കപ്പ് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തേക്കുക. ഓക്കെ, 4 ഹോൾ ഇട്ട് അടിപൊളിയായിട്ട് അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് തകിടാണോ? സ്റ്റീലിന്റെ തകിടയിൽ അതും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ചെഗുവിന്റെ ഒരു ഫുള്ളൊരു ചെഗുമായി അറിയാം. വണ്ടി പുറകിൽ നിന്ന് ശ്രദ്ധിച്ചാലേ കാണാം അല്ലേ, പെട്ടെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇത് LED ബ്രേക്ക് ലൈറ്റ് സെറ്റ് ഫുള്ള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു തകിട് കൊടുത്തിട്ടുണ്ട്. അതും സ്റ്റീലിന്റെ തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ അത്ര അപ്പുറത്തെ സൈഡിൽ വന്നിരിക്കണ സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ അകാണല്ലേ. അകാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇവിടെ പാറ്റേൺ വേറെയാണ്. ഇതില് വേറെ സാധാരണ ചെയ്യണ പാറ്റേൺ അല്ല, വേറെ പാറ്റേണിലാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോർട്ട് കൊച്ചി ഏരിയക്കാരെല്ലാവരും അകത്താണ് വർക്ക് കൂടുതലും ചെയ്യുന്നത് അല്ലേ. പുറത്ത് അങ്ങനെ ആൾക്കാർ വർക്ക് ചെയ്യാറില്ല. ഏറ്റവും കൂടുതൽ ചെയ്തതിനാല് എന്താന്ന് വെച്ചാല് നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് സീനുള്ളതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇഷ്ടം പോലെ സിറ്റിയാണല്ല, വേഗം അവർ ക്യാച്ച് ചെയ്യും. പോലീസ് ആണെങ്കിലും ഭയങ്കര സീനല്ലേ. പക്ഷെ അന്ന് നല്ല നല്ല ആൾക്കാർ ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുണ്ട് അല്ലേ. ഒത്തിരി പേർക്ക് വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ. ഞാനിപ്പോ എന്റെ വണ്ടി ടെസ്റ്റിനോട് ബ്രേക്ക് ലൈറ്റ് ഒക്കെ അതൊക്കെ ആയിട്ട് ഇതൊക്കെ ഇങ്ങനെ തന്നെ കൊണ്ടിട്ടാണ് ടെസ്റ്റ് പാസ്സാക്കിയത്. പക്ഷെ അതൊന്നും വലിയ കാര്യമാക്കില്ല. പുതിയ വണ്ടി ആയതുകൊണ്ട് അവർ നോക്കത്തില്ല, കാരണം പുത്തൻ വണ്ടി ആണല്ലോ. മെയിൻ ആയിട്ട് ചേസ് നമ്മൾ ബ്രേക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റ് ഇങ്ങനത്തെ സംഭവങ്ങൾ മെയിൻ ആയിട്ട് നോക്കിയത്. ഓക്കെ ഓക്കെ ഓക്കെ. വണ്ടി അയക്കാനായിട്ട് പുത്തൻ പടുതാൻ കാര്യങ്ങളൊക്കെ അല്ലേ. വണ്ടി പടതാണ് ഇപ്പൊ ഇത്തിരി സ്റ്റാൻഡേർഡിൽ അടിപൊളിയായിട്ട് നല്ല ക്ലിയർ പടുത. ഓക്കെ, നമുക്ക് ഇനി നേരെ വണ്ടിക്ക് അകത്തേക്ക് പോയേക്കാം. അപ്പൊ അതെ വണ്ടിയുടെ അകത്തേക്ക് വരും. എന്റെ പൊന്നെ, ഇതിന്റെ സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. നമുക്ക് പുറകിലേക്ക് വരാം. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ഫസ്റ്റ് തിങ് ഇതിന്റെ ഒരു കോംബോ എന്ന് വെച്ചാൽ റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ ആണ്. അത് ചെഗുവിന്റെ ഒരു ഫാൻ ആയതുകൊണ്ടാണോ ആ ഒരു കോംബോ കൊടുത്തത്? അതെ, ആണല്ലേ. അത് മാത്രമല്ല ഇവിടെ വേഡുകളുണ്ട്, ഓരോരോ കോട്ട്സ് ഒക്കെ അവിടെ 4 സൈഡും വേഡുകളുണ്ട്. ഓക്കെ, ഓരോ എന്നാ പറയുക, ചെഗുവേരയുടെ കോട്ടാണോ അതോ? ചെഗുവേരയുടെ കോട്ട് തന്നെയാണ്. പക്ക ചെഗുവേര ഫാൻ. ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ട് ലൈഫിൽ. മമ്മൂട്ടി ഫാൻ, മോഹൻലാൽ ഫാൻ, റൊണാൾഡോ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ചെഗുവേര ഫാൻ ഉണ്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര ഒരു കട്ട ആരാധകനെ കാണുന്നത്. ഓക്കെ ഓക്കെ, കൊള്ളാം കൊള്ളാം, അടിപൊളി. ഇന്ത്യ അക്കർലിക്കിലും
ചെഗുവേരന്റെ പടം തന്നെയാണ്. ആണോ? ഇത് ക്യൂബിന്റെ ഫ്ലാഗ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് കൊള്ളാട്ടോ, ഒരു രക്ഷയില്ല. ഇത് അകത്തും ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അകത്തും എന്റെ മോൻ ഇജാതി ചെഗുവേര ഫാൻ, ഒന്നും പറയാനില്ല കേട്ടോ. ഒരു രക്ഷയില്ല. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ്? ഒരു തട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് വരുന്നതാണ്. ഓ, ചെഗുവിന്റെ ഒരു ഇത് ലോക്കറ്റ് ആണ്, കീ ചെയിൻ പോലെ അല്ലേ? മാലയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ കുറച്ച് എക്സ്ട്രാ സ്വിച്ച്. ഇതല്ല, ഇത് വൈപ്പർ, വണ്ടാപ്പ് വൈപ്പറും, പിന്നെ ഇത് പാസ് ലൈറ്റ്. ഓക്കെ, എക്സ്ട്രാ സ്വിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്സിലേറ്റർ കൊടുക്കുക. ഒരു പ്രത്യേക കൈവേദന എടുക്കൂല. ഓക്കെ, ലോങ് ഒക്കെ പോകാനാണ് സുഖമാണല്ലേ. അത്ര. പിന്നെ സീറ്റ് നമ്മൾ ഏത് വണ്ടിയുടെ സീറ്റാ കൊടുത്തിരിക്കുന്നത്? ഇത് കാറിന്റെ സീറ്റാണ്. ഏത് കാറാന്ന് കറക്റ്റ് അറിയാവോ? കാറ് നമ്മുടെ ഈ മറ്റേ സ്വിഫ്റ്റിന്റെ ഒക്കെ സ്വിഫ്റ്റ് ഇൻഡിഗോ ആ ഒരു മോഡലാ. സെക്കൻഡ് എടുത്താ? സെക്കൻഡ് എടുത്തിട്ട് ഇന്നർ അടിച്ചു. ഇത് പല കാര്യങ്ങളും അപ്പോസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ വരെ. സൗണ്ട് സിസ്റ്റം എത്ര സ്പീക്കർ ഉണ്ട്? 6 സ്പീക്കർ ഉണ്ട്. അത് 6 സ്പീക്കർ. അതൊക്കെ എവിടെയാ? 2 ഇവിടെ, 2 ബാക്കിൽ. ടോട്ടൽ 6. ബാക്കിൽ 2 ഓവലാ അല്ലേ? ഓവലാണ്. ഓക്കെ, ഫ്രണ്ടിൽ 2 റൗണ്ടും കൊടുത്തിട്ടുണ്ട്. സെറ്റ് ഏതാ വരുന്നത്? ബ്രാൻഡിന്റെ ആണല്ലേ? ടച്ചല്ല, വലിയ ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് നല്ല കിടുക്കാച്ച് സാധനം, ഒന്നും പറയാനില്ല. അപ്പൊ ബ്രോ, പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ സൗണ്ട് സിസ്റ്റം ഫുൾ ഏകദേശം എത്ര എമൗണ്ട് ആയി കാണും? സൗണ്ട് സിസ്റ്റം ഒരു 5 രൂപ 6 രൂപ അത്ര ആയോളോ? ഫുള്ള് ആണല്ലേ? 6 സ്പീക്കറും സെറ്റും കൂടി അത്ര എമൗണ്ട് ആയോളൂ. 5 രൂപ 6 രൂപ അടുത്ത് വന്നു. അല്ല, ഫ്രണ്ട്സിന്റെ കടയിൽ നിന്ന് അങ്ങനെ വല്ല മേടിച്ചോളാണ് റേറ്റ് പരിചയക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും അത്ര റേറ്റ് കുറച്ച് കിട്ടിയത്. ഓക്കെ ഓക്കെ. പള്ളിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇലക്ട്രോണിക് സ്റ്റേറ്റ്, അവിടുന്ന് മേടിച്ചു. ഓക്കെ ഓക്കെ. നമുക്ക് ഇതിനകത്ത് കുറെ ലൈറ്റ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എല്ലാം ഒന്ന് പരിചയപ്പെടുത്താവോ? ഫസ്റ്റ് സ്വിച്ച് ഇട്ടെ. അപ്പൊ ഏതാ തെളിയാ? ക്യാഷ് ലൈറ്റ് ആണ്. അത് എല്ലാരും അങ്ങനെ കൊടുക്കും. രണ്ടാമത്തെ സ്വിച്ച് കണക്ഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ. ഇവിടുത്തെ ലൈറ്റും. പിന്നെ ഇത് ചെഗുവേരന്റെ ഒരു വീടാണ്. ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ പുള്ളി സംസാരിച്ചിട്ട് ഈ ഇടയിൽ അടിച്ചിട്ട് പുള്ളി ഇറങ്ങിപ്പോവും ആ പ്രസംഗത്തിന്. എല്ലാം കണ്ടുപിടിച്ചേക്കുവാ. നെക്സ്റ്റ് അടുത്ത സ്വിച്ച് ചെഗുവിന്റെ മെയിൻ സാധനം കത്തുന്നത്. ഫ്രണ്ടിലും കത്തും. ഫ്രണ്ട് എവിടെ? ഓക്കെ ഓക്കെ. രാത്രി കറക്റ്റ് വ്യൂ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ നമുക്ക് സ്പീഡ് കൂട്ടാം, ഒറ്റ കളറാക്കാം, ഫോണിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്ത സ്വിച്ച് ഇട്ടെ. കൊറേ സ്വിച്ച് ഉണ്ട്. അടുത്ത ഓടി പോയി തെളിയണല്ലേ? അത് ഇവിടെ വരുമോ? ഇവിടെയും ഫുള്ളിങ്ങനെ ഓടി കറങ്ങി വരും അല്ലേ? ഇപ്പൊ ഇവിടെ വരും. അത് അടിപൊളിയായിട്ട്. അത് നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാം. അതും ഫുള്ള് കൺട്രോൾ ചെയ്യാം. ഓ, സത്യമായ വരുന്ന ലേസർ ഇത് ഇവിടുത്തെ. ഓക്കെ, അത് അടിപൊളി. നെക്സ്റ്റ് അടുത്ത സ്വിച്ച് ഇട്ടെ. 2 സൈഡിലത്തെ ഒരു നിയോൺ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേസർ ആണ്. ലേസർ എവിടെ? ലേസർ കണ്ടു. ഈ ലേസർ ആണ് വന്നതൊക്കെ. ഡോട്ട് ലേസർ അല്ലേ? രാത്രി കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. രാത്രി നല്ല ക്ലിയർ ആയിട്ട് കാണാം. ലേസർ ഉണ്ടോ? മോളിലുണ്ട്, ഇവിടെയുണ്ട് ലേസർ. ഓഹോ, ശരി. രാത്രി സ്മോക്ക് ചെയ്തൊക്കെ ഇട്ടാല് അടിപൊളിയായിട്ട് അറിയാൻ പറ്റും. സ്മോക്ക് ചെയ്ത് വിട്ടാൽ അറിയാം. സ്മോക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. സ്മോക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് രാത്രിയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. നൈറ്റ് വ്യൂ ഞാൻ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യാം. കറക്റ്റ്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ ഇവിടുത്തെ ലൈറ്റ്. ജസ്റ്റ് ഒരു പാർക്ക് ലൈറ്റ് പോലെ. ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ശരി ശരി, അത് അടിപൊളി. ഇത് ഡോട്ട് ലൈസർ കണ്ടോ? രാത്രിയിലാണ് കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒരു രക്ഷയില്ല, ഒരു അന്യായം വേണ്ടി. ഒരു സീറ്റിന് ഒരു വെറൈറ്റി രീതി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് ഏത് പണിതെടുത്ത സീറ്റാണോ? പണിതെടുത്ത സീറ്റാണ്. ഓക്കെ. കാരണം എല്ലാരും ഇവിടെ അങ്ങ് ഒടിഞ്ഞിരിക്കും, എന്നിട്ട് ഇവിടെ തള്ളിയിരിക്കും. ഇത് തന്നെ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ ഇത്രയും കൂടെ കംഫോർട്ടാണ്. ചാരി ഇരിക്കുക, സുഖമായിട്ട് ചാരി ഇരിക്കുക അല്ലേ? യാത്രക്കാർക്കൊക്കെ നടുവേനുള്ളവരാണെങ്കിലും ഇല്ലാത്തവരൊക്കെ ആണെങ്കിലും ചാരി കണ്ടിരിക്കാം. ഇപ്പൊ വർക്കൊക്കെ അതിന്റെ ടൈഡായി വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. വന്നിന് നേരെ ചാരി കണ്ട് സുഖമായിട്ട് ഇരിക്കുക. ഓക്കെ ഓക്കെ, കൊള്ളാം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് വണ്ടി. ടോട്ടലി ഒന്നും പറയാനില്ല. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ടല്ലേ നമ്മൾ ഈ ഇന്നർ വർക്ക് ചെയ്തെന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനെ ഈ ഇന്നർ വർക്ക് മാത്രം ഏകദേശം എത്ര എമൗണ്ട്? 30 രൂപ ഇന്നർ വർക്ക് മാത്രം അല്ലേ? ഈ ലൈറ്റും ലേസറും എല്ലാം അക്കർലിക്കും ഇതിനൊക്കെ റേറ്റ് ഉണ്ട്. ഓ, ഈ അക്കർലിക്കിനൊക്കെ അല്ലേ? ഈ ലൈറ്റിനൊക്കെ ലേസറിനൊക്കെ റേറ്റ് ഉണ്ട്. ഇതൊക്കെ ഒരു ബൾക്കായിട്ട് നമ്മൾ മേടിക്കുമല്ലോ ലേസർ? എല്ലാം കൂടി ബൾക്കായിട്ട് മേടിക്കണം. ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി വണ്ടി. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പണിയാണെങ്കിലും ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. ബ്രോ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ. നമ്മുടെ അപ്പോൾസറി വന്നത് H&H എന്ന് പറയും. ഹസൻ ഹുസൈൻ എന്നാണ്. ഹസൻ ഹുസൈൻ. ഓ, അതാണ് H&H. എന്റെ ഒരു ചേട്ടനിയന്മാരാണ്. ഇരട്ട സഹോദരങ്ങളാണ്. ഓക്കെ. അപ്പൊ അവരുടെ സ്വന്തം അപ്പോൾസറി കടയാണ്. നമ്മുടെ
ഫോട്ടോ വെച്ച് പാണ്ടിക്കുടി എന്ന് പറഞ്ഞാൽ നമ്മളെ ജി സിനിമാസിലേക്ക് പോണ വഴിയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കാണാം. നമ്മൾ പറയുന്ന രീതി അവർ ചെയ്തു തരും അല്ലേ? പറഞ്ഞ രീതിയിൽ അവർ ചെയ്തു തരും. ഓക്കെ, അടിപൊളിയായിട്ട്. എന്താ വർക്ക് നോക്കി. ഇത് പ്ലൈവുഡിലാണ് ചെയ്തേക്കണം. ഓ, പ്ലൈവുഡാണ്. അപ്പൊ ഒരു തുള്ളി ചൂട് പോലും താഴത്തേക്ക് വരത്തില്ല അല്ലേ? നമുക്ക് ഫസ്റ്റ് ആദ്യം ഓടി എത്തണത് ഓട്ടോ ഡ്രൈവർ ആയിരിക്കും. എന്നാ എല്ലാരും അങ്ങനെയാണോ? എല്ലാവരും എന്നല്ല, ഒരു 100-80% ആൾക്കാരും അങ്ങനെയാണ് ഓട്ടോറിക്ഷക്കാർ. കാരണം എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും രാത്രിയെല്ലാം നമ്മുടെ വീടിന്റെ അടുത്തെല്ലാം എമർജൻസിയാ എന്തെങ്കിലും വന്നതിനാ നമ്മളെ വിളിക്കുള്ളൂ ഓട്ടോറിക്ഷ. അതെ, വണ്ടി ആക്സിഡന്റ് ആയിട്ട് റോട്ടിൽ കിടന്നാൽ ആദ്യം അവർ നോക്കുന്നത് ഓട്ടോറിക്ഷ കിട്ടുമെന്നാണ് അല്ലേ? അതുകൊണ്ടാണ് ഈ വീട് എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയൊരു വീടാണ്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അനുഭവം ഉണ്ടായ ഒരു ചെറിയ അനുഭവം പറയാമോ? മറക്കാൻ പറ്റാത്തൊരു അനുഭവം. പറ്റാത്ത അനുഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഇതേപോലെ നെഞ്ചുവേനൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ വിളിച്ച് ഞാൻ രാത്രി 3 വെളുപ്പിന് 3 മണിയാക്കണ് നേരെ പുള്ളി ഞാൻ കൊണ്ടുപോയി. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. പിന്നെ നൈറ്റ് വണ്ടി വിടാൻ നേരത്ത് ഇതേപോലെ ഒരു ആക്സിഡന്റ് കേസ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരു പയ്യൻ വണ്ടി ആക്സിഡന്റ് അയച്ചിട്ട് കാക്കനാട് വെച്ചിട്ട് പുള്ളിനെ ഇതേപോലെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മ ആ സമയത്ത് നൈറ്റ് പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് പുള്ളിനെ എത്തിക്കാനും. പിന്നെ പുള്ളിക്ക് വലുതായിട്ടെന്ന് വെച്ചാൽ കാല് ഇഞ്ചുറി ആയി, കയ്യും ഇത്തിരി സീനായി. പക്ഷെ താങ്ക്സ് ഒന്നും കേൾക്കാലോ, നമുക്കൊരു മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സഹായം ചെയ്താൽ നമ്മൾ ഇതുവരെ അവസ്ഥ വരെ നമ്മളെ ആരെങ്കിലും കാണും ഹെൽപ്പ് ചെയ്യാൻ. ആ ഒരു ഇതുള്ളതുകൊണ്ടിട്ടാണ് ഞാൻ ഈ സാധനം അടിച്ചേക്കണം. ഇത് വായിച്ച് മനസ്സിലാക്കണവര് മനസ്സിലാക്കും, ഇല്ലാത്തവര്. സത്യം പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ചെഗുവേരയുടെ ഒരു ഇതാണ്, കോട്ടാണോ അത് ബ്രോയുടെ കോട്ടാണോ? ഇത് എന്റെ കോട്ടാണ്. ചെഗുവേര എന്നല്ല, നമ്മൾ ഒരാളെ സഹായിക്കണതിന്റെ ഒരു ഇത് കൊടുത്തേക്കെന്ന് മാത്രമേ ഉള്ളൂ. ഓട്ടോ ഡ്രൈവർമാര് പൊതുവെ എല്ലാവർക്കും പുച്ഛമാണ്. കാരണം ഒരു 10 രൂപ കൂടുതൽ എന്നാലും അല്ലെങ്കിൽ 1 രൂപ കൂടുതൽ ചോദിച്ചാലാ അയ്യോ 10 രൂപ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ വീഡിയോ എടുത്ത് MVD കഴിയും. അതാ വിഷയം. സേഫ് ആയിട്ട് നമ്മ അത്ര റിസ്ക് എടുത്തിട്ട് കൊണ്ടേ ആക്കി അവർ സാധനങ്ങളെല്ലാം നമ്മളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ട് ഒരു 10 രൂപ പോലും അവർക്ക് കൂടുതൽ തരാൻ പറ്റില്ല. ചോദിക്കുന്നില്ല, ചോദിച്ചാലില്ലെങ്കിലും തരൂലല്ല. ചില ആൾക്കാർ മാത്രം തരുള്ളൂ, ചെയ്യുന്നവരുണ്ട്. കൂടുതലും പാവപ്പെട്ടവരാണ് നമുക്ക് ഈ പൈസ. കാശുള്ള ഒരുത്തരം തരത്തില്ല 10 രൂപ കൂടുതൽ, അപ്പളെ വീഡിയോ എടുക്കും. പക്ഷെ സാധാരണക്കാരാണ് ശരി, അവൻ ഓട്ടോ ഓടിക്കുന്ന കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇത് ഇൻസ്പയർ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. കൊള്ള ചേട്ടാ അടിപൊളിയാണ്. ഈ വണ്ടികളുടെ ഇന്റീരിയർ വർക്കും ഉണ്ട്. എന്റെ മോനെ, ലേസർ ഷോ ഒന്നും പറയാനില്ല, നല്ല വിഷയ സാധനം. ഡോട്ട് ലേസർ കൊണ്ട് നല്ല തകർത്തേക്കുക. നമുക്ക് ഇനി ഓരോ ലൈറ്റും ജസ്റ്റ് പരിചയപ്പെടാം. നമുക്ക് ഫസ്റ്റ് സ്വിച്ച് വന്നിട്ടേ, അത് ക്യാഷ് കളക്റ്റിംഗ് ഇതാണ്. ഓക്കെ, സെക്കൻഡ് സ്വിച്ച് പുറകിലത്തെ. ഓഹ് എന്റെ മോനെ. തേർഡ് സ്വിച്ച് പോട്ടെ, ചെഗുവേരയുടെ എവിടെ? ഫ്രണ്ടിലാണോ? അല്ലല്ല, ഓ ഇവിടെ ചെഗു ബോയ്. ഇത് ചെഗു ബോയ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. അതാണ് ടെററിസം. എന്റെ മോനെ വിഷയം. നെക്സ്റ്റ്. അതൊക്കെ വലിയ സാധനം, വിഷയ സാധനം. നെക്സ്റ്റ് എവിടെയാ? സൈഡില് വിഷയം. നെക്സ്റ്റ് താഴത്തെ. ഓക്കെ, താഴത്തെ. താഴെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ടെററുമയം. നോക്കിയേ വിഷയം. ഒരു ചെഗുവരെ ഫാനാണ്. നോക്കിയേ, ചെഗു കണ്ടോ? വിഷയ സാധനം, ഒന്നും പറയാനില്ല കേട്ടോ. ഓക്കെ, ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വെട്ടം ഹെവി ലെവലാണ്, ഒന്നും പറയാൻ. നല്ല ക്ലിയർ വെട്ടാണ്. എന്നിട്ടേ എൻ്റെ മോനെ, ഡിമ്മും ബ്രൈറ്റ് വന്നിട്ടേ. ഇത് ബ്രൈറ്റ്, ഇത് ഡിമ്മ് അല്ലേ? നല്ല ക്ലിയർ വെട്ടം, ഒന്നും പറയാനില്ല കേട്ടോ. പുറകെ ഫാനൊക്കെ വരെ നല്ല കിടുക്കാച്ചി മോഡലാണ്. അപ്പോൾ ഈ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വണ്ടിയുടെ അപ്പോസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെയ്തത് നമ്മുടെ എല്ലാമായ കടന്നു വരും സഹോദരൻ. നാണമാണ് പുള്ളി, ഭയങ്കര നാണക്കാരനാണ്. അപ്പം ബ്രോ തന്നെ നിങ്ങൾ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അനിയനും ചേട്ടനും കൂടെ രണ്ടുപേരും ഈ അപ്പോസ്റ്ററി വർക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അപ്പോസ്റ്ററി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പൊ കമ്പനിയുടെ പേരാണ് H&H എന്നുള്ള കാരണം ട്വിൻസ് ആണ്. അപ്പൊ ട്വിൻസ് എങ്ങനെ ചേട്ടനായത്? രണ്ടുപേരെ ഏജ് അല്ലേ? മിനിറ്റ് വ്യത്യാസത്തില് ഇത് ചേട്ടൻ, അനിയൻ വീട്ടിലുണ്ട്. ഓക്കെ. അപ്പൊ ഇവരെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ചേട്ടന്റെ അനിയന്റെ കൂടെ ഞാൻ പഠിച്ച സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ഓക്കെ, ഇവരെല്ലാരും ഒരേ കൊച്ചിക്കാരന്റെ ഒരു ഗ്യാങ് ആണ് ഇവര്. അപ്പം ഈ ബ്രോനെ കോൺടാക്ട് ചെയ്താലും നമ്മുടെ അപ്പോസ്റ്ററി വർക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഏത് വർക്കും നമ്മൾ അടിപൊളിയായിട്ട് പറയുന്ന രീതിയിൽ ചെയ്തു തരും.
ഓക്കെ, ബ്രോനെ കോൺടാക്ട് ചെയ്യാൻ മതി. എന്ത് ഡൗട്ടും കാര്യം എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ബ്രോയുടെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു കിടക്കാച്ചി വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കാച്ചി വീഡിയോ കാണാം. ബൈ ബൈ.